കേരളം മുഴുവനുമായിരിക്കുന്നതാണ്. ഇങ്ങനൊരു മഹല്ല് നിങ്ങളോടെ കണ്ടിനോ? എന്നിട്ട് ആ സ്ഥലം വാടക കൊടുത്തിന്നെടുത്ത് അതെടുത്തിട്ട് ഇപ്പൊ വാടക ഏറ്റിക്കൊടുത്തില്ല എന്ന് മാത്രല്ല, ഇപ്പൊ ഇതിന് നികുതി അടക്കുന്നത് AP അബൂബക്കർ മുസ്ലിയാരുടെ സ്വന്തം പേരിലാണ്. ഞാൻ വിശദമായി പറയുന്നുണ്ട്, സൂചന മാത്രമേ തന്നിട്ടുള്ളൂ. നമുക്ക് കുന്നുംപുറത്തെന്ന് പറയാം. അത് ഫുള്ള് അതിന്റെ ആധാരവും ഫുള്ള് ഇതൊക്കെ ഇപ്പൊ ആർക്കും കിട്ടുട്ടോ. ആധാരം ഇതൊക്കെ എടുക്കുന്ന കണ്ടിട്ട് കമ്മിറ്റിക്കാർ തന്നു വിചാരിക്കണ്ട. വിവരാവകാശ നിയമപ്രകാരം ആർക്ക്, നമ്മൾ അതിനു വേണ്ടി ജീവിക്കുന്ന ആൾക്കാരല്ലേ നിങ്ങളെ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരാൻ. നിങ്ങൾ നോക്കി, ഇനി ഏറ്റവും ലാസ്റ്റ് നടന്ന നമ്മൾ വായിച്ച നമ്മളെ ഈ പ്രദേശം, നമ്മളെ പാറക്കടവ് പള്ളിയുമായി ബന്ധപ്പെട്ട വിവാദം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. എന്താ പൈല് നടന്നുകൊണ്ടിരിക്കുന്നത്? നിങ്ങളൊന്ന് ശരിക്കും ശ്രദ്ധിക്ക്. ഇവിടെയെല്ലാം നമ്മളെ ഈ സാധാരണക്കാരായ ആളുകളുണ്ട്, ഓൽക്കൊരു ബോധം ഉണ്ടാവുമല്ലോ. നമ്മള് പലരോടും സംസാരിക്കുമ്പോ അവര് പറയും, ഉസ്താദെ പള്ളിയുടെ ഒരു ഓല ഞങ്ങൾക്ക് എടുക്കാൻ പേടിയാണ്, കാരണം അത് അള്ളാന്റെതാണല്ലോ, അതുകൊണ്ട് ഞങ്ങളത് എടുക്കൂല. അല്ലെങ്കിൽ നമ്മള് പിന്നെ ചെരുപ്പിൽ നടന്നു പോകുമ്പോ മണ്ണായി പോയാൽ, അതുവരെ പള്ളിക്കാട്ടിലെ മണ്ണാണെങ്കിൽ അവിടെ തട്ടിയിട്ട് പോകുന്നവരാ നാടന്മാരായ ആളുകൾ. ഇവരീ ചെയ്തുകൊണ്ടിരിക്കുന്ന ധിക്കാരം നിങ്ങൾ നോക്ക്. ഞാനത് ശ്രദ്ധിച്ചത് എപ്പോഴാണെന്നറിയോ? പേരോട് അബ്ദുറഹ്മാൻ തഖാഫി പാറക്കടവിൽ ഒരു പ്രസംഗം നടത്തിയിരുന്നു കഴിഞ്ഞ ആഴ്ച. അപ്പൊ അതിൽ മൂപ്പര് പറയുന്നുണ്ട് ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയം. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയതാണ്. അതിന്റെ വിവാദവുമായി ബന്ധപ്പെട്ട് നമ്മൾ തന്നെ ഒരു പഠനം കൊണ്ട് നടത്തി. വാട്സപ്പിലും ഒക്കെ നോക്കി അതിന്റെ എല്ലാ രേഖകളും, അതിന്റെ ആധാരവും, അതിന്റെ നികുതി അടിച്ച ബില്ലടക്കം പരിശോധിച്ചു നോക്കുമ്പോ പാറക്കടവ് ജുമാഅത്ത് പള്ളിക്ക് അവകാശപ്പെട്ട സ്ഥലം ദാറുൽ ഹുദ എന്ന പേരോട് അബ്ദുറഹ്മാൻ തഖാഫിയുടെ സ്ഥാപനം വളരെ ഗൂഢമായി പിടിച്ചെടുത്ത് സ്വന്തം സ്ഥലമായി പ്രഖ്യാപിച്ചു എന്നതാണ് കഴിഞ്ഞ ആഴ്ച ഈ പാറക്കടവിൽ നടന്നത്. ഞാൻ വെറുതെ പറയില്ല, പേരോട് തന്നെ ആ വിഷയം കഴിഞ്ഞ ഇതിൽ പറയുന്നുണ്ട്. നമുക്കെതിരെ ഒരു ആരോപണമുണ്ട്, ആ ആരോപണത്തിന്റെ അവസ്ഥ ഇന്നതാണ് എന്ന് പറഞ്ഞ് വായിക്കുന്നുണ്ട്. അതൊന്ന് വായിക്കട്ടെ എന്ന് ഞാൻ ബാക്കി പറഞ്ഞുതരാം. അങ്ങനെ ഒരു കയ്യേറുന്നൊരു പരാതി ഉണ്ടായിട്ടില്ല. പരാതി കൊടുത്ത പരാതി നമ്മളെ കയ്യിൽ ഉണ്ട്. അതിൽ അവർ പറഞ്ഞത് തന്നെ ഇങ്ങനെയാണ്: അന്യായ പട്ടികയിൽ വിവരിച്ച വസ്തു ഒന്നാം പ്രതിക്ക് 1996 കാലത്ത് ഏൽപ്പന നടത്തിയിട്ടുള്ളതും ആയതിനു ശേഷം ഒന്നാം പ്രതി ഉപയോഗിച്ച് വരുന്നതുമാണ് എന്നാണ്. അതായത് നമ്മളാണ് ഒന്നാം പ്രതി എന്ന് പറഞ്ഞ സിറാജുൽ ഹുദയാണ്, അതിന് ഏൽപ്പിച്ചതാണ് എന്നാണ് കേസിന്റെ അന്യായത്തിലും അഫിഡവിറ്റിലും ഒക്കെ ഉള്ളത്. കോടതിന്റെ സീലുള്ളതാണ് എൻ്റെ കയ്യിലുള്ളത്. ഇപ്പൊ നമ്മളെ ഏൽപ്പിച്ചതാണ് എന്നാണ് കോടതി തന്നെ അവർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ കയ്യേറി എന്ന് പറയാ. അപ്പൊ മാധ്യമം പത്രത്തിന്റെ വകയിൽ അവരുണ്ടാക്കുന്ന ഫിത്നയാണ്. പിന്നെ ഏൽപ്പിച്ചത് ആരാണ് എന്നത് വേറെ വിഷയമാണ്. ഏൽപ്പിച്ചത് ആരാണ്? അപ്പൊ ഞാൻ അതിലാദ്യം ശ്രദ്ധിച്ചത്, നിങ്ങള് ഒരു മഹല്ല് പള്ളിയുടെ സ്ഥലം എങ്ങനെ ഇവര് പിടിച്ചെടുക്കുന്നു എന്നതിന്റെ ഏറ്റവും കൂടുതൽ ഉദാഹരണം അയാൾ പറയുന്നുണ്ടോ? നിങ്ങള് മാധ്യമം പത്രത്തിൽ വാർത്ത വന്നു, അത് കളവാണ്. കാരണം അവര് തന്നെ എഴുതി കൊടുത്ത ആ പിന്നെ പരാതിയിലുള്ളത് നമ്മളെ ഏൽപ്പിച്ചു എന്നാണ്. പിന്നെ എങ്ങനെ കയ്യേറി എന്ന് പറയാതെ? അപ്പൊ ആളുകളെ ഒന്നും ചെയ്യാ, കണ്ണിൽ പൊടിയിട്ട് രക്ഷപ്പെടാനുള്ള പണിയാണ്. ഏൽപ്പിച്ചതെങ്ങനെ? ഇപ്പോൾ പറയുന്നത് എന്ത്? ഏൽപ്പിച്ചത് വാടകക്ക് കൊടുത്തതാണ്. നമ്മളതിന്റെ മുഴുവൻ രേഖകളും പരിശോധിച്ചു നോക്കുമ്പോ അതിന്റെ ആധാരതാണ്. ഒക്കെ ഇപ്പൊ വിവരാവകാശ നിയമം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അത് അപേക്ഷിച്ച സാധനം നമ്മളെ കയ്യിലെത്തൂലേ. പാറക്കടവ് ജുമാഅത്ത് പള്ളിയുടെ ആ സ്ഥലം അടങ്ങുന്ന സ്ഥലത്തിന്റെ ആധാരമാണിത്. 35 സെന്റ് സ്ഥലമാണ് ഇദ്ദേഹം ഇപ്പോൾ കയ്യേറിയ വിഷയം നടക്കുന്നത്. ഈ ആധാരത്തിൽ കൃത്യമായി പറയുന്നുണ്ട് അതിന്റെ ഓരോ സംഗതികൾ. അതൊന്നല്ല ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്. ഇയാൾ പറഞ്ഞല്ലോ ഏൽപ്പിച്ചതാണ്, പിന്നെ എങ്ങനെ കയ്യേറാൻ? എങ്ങനെ ഏൽപ്പിച്ചു? പള്ളിന്റെ കാര്യല്ലേ, പറഞ്ഞു കൊടുക്കണം. എങ്ങനെ ഏൽപ്പിച്ചതാ? ഇയാൾ ആ പ്രസംഗത്തിൽ തുടർന്ന് പറയുന്നു, ഞങ്ങൾ പൈസ കൊടുത്തു വാങ്ങിയതാണ്, പൈസ കൊടുത്ത് സ്ഥലം വാങ്ങിയതാണ്. പച്ചയായ നുണ, അതും പാറക്കടവിൽ വന്നുകൊണ്ട് പറയാണല്ലോ. അതൊന്ന് കേട്ടോളൂ നിങ്ങൾ. 2-3 നമ്പർ സ്ഥലങ്ങൾ മറ്റ് പലർക്കും അവർ കൈവിട്ട് ഒഴിഞ്ഞു കൊടുക്കുകയും ശേഷക്കാർ കൈവശം വിട്ട് വാങ്ങുകയും അതിലെ പട്ടികയിലെ ബാക്കിയായ 4-ാം നമ്പർ സ്ഥലത്തിന്റെ അവകാശങ്ങൾ
പൂർണ്ണമായി ബിയ്യ എന്നവർക്ക് സ്വന്തമായി വിട്ടുകിട്ടിയതും അവർ നികുതി അടച്ച് കൈവശം വെച്ച് വന്നതും ആയിരുന്നു. പ്രസ്തുത സ്ഥലം ഒന്നാം പ്രതി കീഴിൽ സ്ഥാപനങ്ങൾ നിർമ്മിച്ചു നടത്തുന്നതിനു വേണ്ടി സിറാജുൽ ബിയ്യയോട് ഒന്നാം പ്രതി സ്ഥാപനത്തിനു വേണ്ടി സിറാജുൽക്ക് വേണ്ടി ആയതിന്റെ ജനറൽ സെക്രട്ടറി പുറത്തുമടത്തിൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ 1995 ജൂൺ 15 തീയതി മുഴുവൻ പ്രതിഫല സംഖ്യയായ വില നൽകി കൈവശം വാങ്ങിയതും ബിയ്യ അവർക്കുള്ള അവകാശം കൈവിട്ട് ഒഴിഞ്ഞ് സ്ഥാപനത്തിന് കൈവശം കൊടുത്തതുമാകുന്നു. അന്നു മുതൽ ആയത് സ്ഥാപനത്തിന്റെ കൈവശത്തിലും ആയത് സ്ഥാപന നടത്തിപ്പിന്റെ ഭാഗമായി ഉപയോഗിച്ച് വരുന്നതുമാണ്. പിന്നീട് യാതൊരു തർക്കങ്ങളും കൂടാതെ സ്ഥാപനം പ്രസ്തുത വസ്തു പരസ്യമായി നിരാക്ഷേപമായി സ്വന്തം സ്വത്താണെന്ന നിലക്ക് കൈവശം വെച്ച് ഉപയോഗിച്ച് വന്നതും ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ബിയ്യ എന്ന് പറഞ്ഞാൽ ഉള്ളിൻ്റെ അടുത്ത ബിയ്യൻ കുമ്മാന്റെ മകൻ അന്തൂർക്ക് ഇവിടെ ഉണ്ടാവും. അപ്പൊ ബിയ്യമാനോട് നമ്മൾ പൈസ കൊടുത്തിട്ട് വാങ്ങിയതാണ് സ്ഥലം. അതിനെ സംബന്ധിച്ച് പൈസ കൊടുത്ത് വാങ്ങിയതാണ് എന്നാ പറഞ്ഞത്. അവിടെ എന്റെ ഒരു 3 ചോദ്യം അദ്ദേഹത്തോട്, ഈ നാട്ടുകാരെ മുഴുവനും പറ്റിച്ച് പൈസ കൊടുത്ത് വാങ്ങിയതാണ് എന്ന് പറയുമ്പോ മാന്യമായ ഒരു 3 ചോദ്യം ചോദിക്കാനുണ്ട്. ഒന്ന്, നിങ്ങൾ തന്നെ ഇതിനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇത് പള്ളിയുടെ സ്ഥലമാണ് എന്ന്. അതിന്റെ ഓഡിയോയും ഞങ്ങളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പള്ളിയുടെ സ്ഥലമായിരുന്നു ഇത് എന്ന് അദ്ദേഹം പറയുന്ന ഭാഗം ഒന്ന് കേൾപ്പിക്കാം. നോക്കി അങ്ങനെ പലർക്കും അറിയാം. അങ്ങനെ 50,000 രൂപ നമ്മുടെ ദൈവമാക്കി കൊടുത്തിട്ട് സ്ഥലം വാങ്ങി. അപ്പൊ ആ സ്ഥലം വാങ്ങിയപ്പോ ആ സ്ഥലം അടിസ്ഥാനപരമായി പറഞ്ഞാൽ 110 കൊല്ലം മുമ്പ് അത് പള്ളിയുടെ ജന്മമായിരുന്ന സ്ഥലമാണ്. 110 കൊല്ലം മുമ്പ് പള്ളിയുടെ ജന്മമായിട്ടുള്ള സ്ഥലം. ആ സ്ഥലം അടിസ്ഥാനപരമായി ഇതൊക്കെ മഹല്ല് കമ്മിറ്റി തന്നെ നേരിട്ട് വിശദീകരിച്ചത് യൂട്യൂബിലുണ്ട്. നമ്മൾ അതിനെ സംബന്ധിച്ച് എല്ലാ ഭാഗവും പഠനം നടത്തിയപ്പോഴാണ് ഈ തട്ടിപ്പ് അതിഗൗരവമാണ് എന്ന് മനസ്സിലായത്. എന്താ അദ്ദേഹം പറഞ്ഞ്, അടിസ്ഥാനപരമായി ഈ 35 സെന്റ് സ്ഥലം അത് പള്ളിയുടേതായിരുന്നു എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഇപ്പൊ അയാള് പറയുന്നു പൈസ കൊടുത്തു വാങ്ങി. ഈ സ്ഥലമാണെങ്കിലോ വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തതായിട്ടാണ് കാണുന്നത്. ആധാരത്തിൽ അങ്ങനെ കാണുന്നു. അപ്പൊ പള്ളിക്ക് വഖഫായ സ്ഥലം എങ്ങനെ പൈസ കൊടുത്തു വാങ്ങല്? പള്ളിയുടെ സ്ഥലം വാങ്ങുക എന്നത് ദീനിന്റെ ഹുക്കുമെന്താ? മറുപടി പറയണം നിങ്ങൾ. അള്ളാന്റെ മിൽക്കിലേക്ക് നീങ്ങിയെന്ന് സകല ഫിഖഹിന്റെ കിതാബിലില്ലേ, പിന്നെങ്ങനെ നിങ്ങൾ വാങ്ങല്? 2, ഇനി എന്റെ ചോദ്യം, ഇത് മഹല്ല് കമ്മിറ്റി നിങ്ങളുമായി ഉണ്ടാക്കിയ വാടക കരാറാണ് ആ സ്ഥലത്തിന്റെ. ഇതിൽ അവസാനം ഒപ്പുവെച്ചവരിൽ ഒരാൾ പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാരൊപ്പാണ്. നിങ്ങൾ സ്ഥലം പൈസ കൊടുത്ത് വാങ്ങിയതാണെങ്കിൽ പിന്നെന്തിനാ നിങ്ങൾ വാടക കൊടുത്ത്? പൈസ കൊടുത്ത് നിങ്ങൾ സ്വന്തമാക്കിയ സ്ഥലത്തിന് പിന്നെ വാടകയ്ക്ക് നിൽക്കുവോ? അപ്പൊ അത് കള്ളത്തരാണിതെന്ന് അറിയിക്കുന്നില്ലേ? മാത്രല്ല, വാടക കൂട്ടിത്തരാത്തത് കൊണ്ടല്ലേ പ്രശ്നമായത്? അത് നിങ്ങൾ വിശദീകരിക്കണം. മാത്രമല്ല, അവസാന സമയങ്ങളിൽ നടന്ന ചർച്ചയിൽ പകരം ഒരു സ്ഥലം തരാമെന്ന് പറഞ്ഞില്ലേ മഹല്ല് കമ്മിറ്റിയോട്? നിങ്ങളെ സ്വന്തം സ്ഥലമാണെങ്കിൽ പകരം സ്ഥലം കൊടുക്കണോ? ആരെയാണ് നിങ്ങൾ പറ്റിക്കുന്നത്? അപ്പോ നിങ്ങൾ ഉണ്ടാക്കിയ ഈ കരാർ ഇതെന്തിന് പിന്നെ ഉണ്ടാക്കി? നിങ്ങളെ സ്വന്തം സ്ഥലമാണെങ്കിൽ ഇത് എല്ലാവർക്കും ബാധകമുള്ള സ്ഥലം, മുസ്ലിമീങ്ങളെ പള്ളി. അതുകൊണ്ടാണ് നമ്മൾ ഇടപെടുന്നത്. കോയാമോജിന്റെ സ്ഥലം മാത്രമാണ് നമ്മൾ ഇതിൽ ഇടപെടൂല. പള്ളിയുമായി ബന്ധപ്പെട്ട കേസാ. മാത്രമല്ല, ഇനി നോക്ക്, നികുതി അടച്ച രസീദാത് ആ സ്ഥലത്തിന്റെ ആരാ അടച്ചിട്ടുള്ളത്? ഇതിൽ കാണാം, പാറക്കടവ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ട്രഷറർ, പാറക്കടവ് ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റി, PO പാറക്കടവ്, നാദാപുരം. ഈ കഴിഞ്ഞ വർഷം വരെ ആ സ്ഥലത്തിന് നികുതി അടച്ചത് പാറക്കടവ് ജുമാ മസ്ജിദിന്റെ കമ്മിറ്റിയാണ്. നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ വലിയ നികുതി അടക്കല്? നാട്ടുകാരോട് മറുപടി പറഞ്ഞേക്ക്. മാത്രല്ല, അടുത്ത ചോദ്യം അവിടെ വേറെയുണ്ട്. നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് തന്നു എന്നല്ലേ പറഞ്ഞത്? ആധാരം എവിടെ? ആ ആധാരം എവിടെ? അപ്പൊ അടിമുടി മുഴുവൻ ദുരൂഹത തട്ടിപ്പ് ഈ നാട്ടിൽ നടത്തിയതാ ഞാൻ പറഞ്ഞു.
നാട്ടിലുള്ള ഇയാള് നാളെ ആൾക്കാരെ മുഖത്ത് നോക്കണ്ടേ എന്നുള്ളൊരു ബോധം പോലും ഉണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടത്തെ മദ്ഹുർ റസൂൽ പ്രഭാഷണത്തിൽ നിങ്ങൾ പറഞ്ഞു വെച്ചത് ആകെ തുക ഈ സ്ഥലം ഞങ്ങൾ പൈസ കൊടുത്തു വാങ്ങിയതാണ്. അവിടെ എന്റെ 5 ചോദ്യം നിലനിൽക്കുന്നു. ഒന്ന്, അങ്ങനെ വാങ്ങിയതാണെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ പ്രസംഗത്തിൽ ഇത് പള്ളിയുടേതാണെന്ന് സമ്മതിക്കുന്നു. പള്ളിയുടെ സ്ഥലം വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തത് നിങ്ങൾ എങ്ങനെ വാങ്ങി? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ ക്യാഷ് കൊടുത്ത് വാങ്ങിയതാണ്, പള്ളിയുടേതല്ല എങ്കിൽ എന്തിന് നിങ്ങൾ വാടകക്ക് കൊടുത്തു, കരാറുണ്ടാക്കി? കരാർ ഞങ്ങളുടെ കയ്യിലുണ്ട്. ചോദ്യം വളരെ പ്രസിദ്ധമാണ്, ആർക്കും മനസ്സിലാവും. 3, നിങ്ങൾ അങ്ങനെ കാശ് കൊടുത്ത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തിന് മഹല്ല് കമ്മിറ്റിയോട് ഇതിന് പകരം വേറെ സ്ഥലം തരാമെന്ന് പറഞ്ഞു? അതിനും നിങ്ങൾ മറുപടി പറയണം, തീർച്ചയായും. മാത്രമല്ല, ഈ പള്ളി കമ്മിറ്റിയാണ് ഇതിന്റെ ഏറ്റവും പുതിയ രസീത് വരെ, നികുതി അടച്ച രസീത് വരെ നമ്മളെ കയ്യിലുണ്ട് എങ്കിൽ ആ റെസിപ്റ്റ് പറയുന്നത് അവരുടെ കയ്യിലാണെന്നല്ലേ? അപ്പൊ പിന്നെ എന്തിനാണ് നിങ്ങൾ കള്ളം പറയുന്നത്? 5, നിങ്ങൾക്ക് അവര് രജിസ്റ്റർ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ മറ്റു ഭാഗത്തിനൊക്കെ നിങ്ങളുടെ കയ്യിൽ അതിന്റെ ആധാരം ഉണ്ടല്ലോ. ഈ ഭാഗത്തിന്റെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് തന്ന ആധാരം എവിടെ? ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ നിങ്ങൾ നാട്ടുകാർക്ക് മറുപടി പറഞ്ഞിടത്തോളി, ഞങ്ങൾക്ക് മാത്രമല്ല. അപ്പൊ പള്ളിയിൽ മുഴുവൻ ഗുണ്ടായുസൻ മഹല്ല് പിടിച്ചെടുക്കുക, കാലി പിടിച്ചെടുക്കുക, ഒരു പള്ളിയുടെ സ്ഥലം അന്യായമായി പിടിച്ചു വാങ്ങി ആ സ്ഥലത്ത് ദ്വാരുന്ന ഉത്തരം കിട്ടുമോ? ആ സ്ഥലത്ത് നിസ്കരിച്ച സ്വീകരിക്കോ? അയാൾ ഈ പള്ളിയുടെ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താ? അത് പിടിച്ചെടുത്ത ഓന്റെ ഏതെങ്കിലും ഇബാദത്ത് സ്വീകരിക്കൂ? ഇത് കളിയാണോ? പള്ളി അല്ലാഹുവിന്റെയല്ലേ? ഫഅന്നൽ മസാജിദലില്ല. ആൾക്കാരെ മുമ്പിൽ കണ്ണുനീരും മൂക്കും ഒക്കെ ഒൽപ്പിച്ച് വഅദ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അടിസ്ഥാനപരമായി ഇത് സൂക്ഷിക്കണ്ടേ, ശ്രദ്ധിക്കണ്ടേ? മറുപടി പറയും നിങ്ങൾ. ഞങ്ങളിത് പറയുമ്പോ ഞങ്ങളോട് കേസ് കൊടുക്കും, അതാക്കും ഇതാക്കും. നിങ്ങൾ കൊടുക്കി, ഞങ്ങൾ പറയുന്നത് ഹക്കാണ് എന്ന് ഞങ്ങൾ പഠിച്ച് കൃത്യമാക്കിയിട്ട് പറയുന്നതാണ്. നാട്ടുകാരെ മുമ്പിൽ നിങ്ങൾ മറുപടി പറഞ്ഞു കൊടുക്കണം.